നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ നിലവിലുള്ളത് 10 സ്ഥാനാർത്ഥികൾ. മൂർക്കനാട് ഉത്സവത്തിനിടെ നടന്ന കത്തിക്കുത്തിൽ മരണം 2ആയി. മരിച്ചത് ആനന്ദപുരം സ്വദേശി. 7 മാസമായി ശമ്പളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഹാരിസൺ മുക്ലി എസ്റ്റേറ്റിലെ താൽക്കാലിക തൊഴിലാളികൾ നടത്തുന്ന സമരം തുടരുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ പുതുക്കാട് മണ്ഡലത്തിൽ 2ാം ഘട്ട പര്യടനം നടത്തി. പറപ്പൂക്കര പട്ടികജാതി സൊസൈറ്റിയുടെ തട്ടിപ്പിൽ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സഹകരണ സെൽ പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെയും സഹകാരി സംരക്ഷണ സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പുതുക്കാട് പള്ളത്ത് മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ നവീകരണ സഹസ്രകലശം ഏപ്രിൽ 8 മുതൽ 18 വരെ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൊടകര പുത്തുക്കാവ് ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ നിലവിലുള്ളത് 10 സ്ഥാനാർത്ഥികൾ. ആകെ ലഭിച്ച 15 നാമനിർദ്ദേശ പത്രികകളിൽ 5 എണ്ണം തള്ളി. CPI സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ ഡമ്മി രമേഷ് കുമാറിന്റെയും ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ഡമ്മി സ്ഥാനാർത്ഥിയായ അനീഷ് കുമാറിന്റെയും ഇന്ത്യൻ ഗാന്ധിയൻ പാർട്ടി പ്രതിനിധി P അജിത് കുമാർ, സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ KP കല, K പത്മരാജൻ എന്നിവരുടെ പത്രികകളും സൂക്ഷ്മ പരിശോധനയിൽ തള്ളി. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി, LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ, UDF സ്ഥാനാർത്ഥി K മുരളീധരൻ, BSP സ്ഥാനാർത്ഥി നാരായണൻ, ന്യൂ ലേബർ പാർട്ടി സ്ഥാനാർത്ഥി ദിവാകരൻ പള്ളത്ത്, സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ MS ജാഫർ ഖാൻ, സുനിൽകുമാർ, പ്രതാപൻ, KB സജീവ്, ജോഷി എന്നിവരാണ് തൃശൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ പുതുക്കാട് മണ്ഡലത്തിൽ 2ാം ഘട്ട പര്യടനം നടത്തി. ആലത്തൂരിൽ നിന്നുമാണ് പര്യടന പരിപാടി ആരംഭിച്ചത്. പന്തല്ലൂർ, അവിട്ടപ്പള്ളി, ചെട്ടിച്ചാൽ, ഇഞ്ചക്കുണ്ട്, നന്ദിപുരം, ചെങ്ങാലൂർ, വട്ടനാത്ര, ആദൂർ, നായരങ്ങാടി, മടവാക്കര, മുളങ്ങ്, തെക്കേത്തുറവ് തുടങ്ങിയ ഇടങ്ങളിലെല്ലാം പര്യടനം നടത്തി. പാഴായി പടിഞ്ഞാട്ടുമുറിയിലായിരുന്നു സമാപനം. മേഖലയിൽ വൻ സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയിരുന്നത്. കേരളത്തിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് സഖാക്കളും സുഹൃത്തുക്കളും വോട്ടർമാരും എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഇനി NCTV ഒരുക്കുന്ന സ്പെഷ്യൽ ഇലക്ഷൻ പ്രോഗ്രാം സ്ഥാനാർത്ഥിയോടൊപ്പം. പാലപ്പിള്ളി, എച്ചിപ്പാറ മേഖലകളിലെ വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരുകയാണെന്ന് K മുരളീധരൻ. NCTV ചാനൽ ഒരുക്കുന്ന സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന ഇലക്ഷൻ സ്പെഷ്യൽ സെഗ്മെന്റിലായിരുന്നു UDF സ്ഥാനാർത്ഥി K മുരളീധരന്റെ പ്രതികരണം. സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മോടൊപ്പം ഇന്നുള്ളത് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന K മുരളീധരനാണ്. പുതുക്കാട് പ്രദേശത്തുകൂടെ നടക്കുന്ന K മുരളീധരന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ വിശേഷങ്ങളാണ് ഇന്ന് സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പ്രോഗ്രാമിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. എത്രത്തോളം ആവേശത്തോടെയാണോ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുതുക്കാട് മേഖലയിലൂടെ? 100% വിജയപ്രതീക്ഷ തന്നെയാണ്. അതിന് യാതൊരു മാറ്റവുമില്ല. നല്ല ഭൂരിപക്ഷത്തിൽ UDF തൃശൂർ നിലനിർത്തും. അപ്പം അങ്ങയുടെ പിതാവ് ലീഡർ K കരുണാകരന്റെ പ്രവർത്തന മേഖല കൂടിയായിരുന്നു. പ്രത്യേകിച്ച് ആമ്പല്ലൂർ, അളഗപ്പം മില്ലുമായി ബന്ധപ്പെട്ട ഒത്തിരി വൈകാരികമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. ആ പ്രദേശത്തിലൂടെ കടന്നു പോകുമ്പോൾ എത്രത്തോളം ഒരു പിന്തുണയാണ് അനുഭവപ്പെടുന്നത്? ഞാൻ പറഞ്ഞില്ല, കോൺസ്റ്റിറ്റ്യുവൻസിയുടെ എല്ലാ ഭാഗത്തും നല്ല പിന്തുണയാണ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ വിജയപ്രതീക്ഷ 100% ഞങ്ങൾ ജയിക്കുന്ന ഉറപ്പാണ്. ഒപ്പം ഈ ഒരു മണ്ഡലത്തോട് അങ്ങേക്കുള്ള ഒരു വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പത്തെ കുറിച്ച് ഒന്ന് പറയാം. അല്ല, ജനിച്ച മണ്ണാണല്ലോ. സ്വാഭാവികമായിട്ടും ഇപ്പോൾ പലരും തൃശ്ശൂരിൻ്റെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അവരെക്കാൾ മുമ്പ് തൃശ്ശൂർ കണ്ട ഒരാളാണ്. അതുകൊണ്ട് ഒരു വൈകാരിക ബന്ധം ഉണ്ടാവില്ല. ജനിച്ച മണ്ണിനോടൊരു വൈകാരിക ബന്ധം ഉണ്ടാവും. ആ ബന്ധം എനിക്ക് തൃശ്ശൂരായിട്ടുമുണ്ട്. ഈ ഒരു NTCയുടെ മില്ലിന്റെ അവസ്ഥകളൊക്കെ നമുക്കറിയാം. പ്രത്യേകിച്ച് അളഗപ്പ ഭാഗത്തുള്ള വ്യക്തികൾക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ അങ്ങയുടെ ഭാഗത്ത്? അതല്ല, നാഷണൽ ടെക്സ്റ്റൈൽസ് കോർപ്പറേഷന്റെ എല്ലാ മില്ലുകളും പൂട്ടിയിട്ടിരിക്കുകയാണ്. ഞാൻ തന്നെ ലോക്സഭയിൽ പലതവണ ഇത് ഉന്നയിച്ചതാണ്. പരിഗണിക്കാന്നല്ലാതെ ഒരു
സമീപനം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രത്തിൽ മാറ്റം വേണമെന്ന് ഞങ്ങൾ പറയുന്നത്. ആ മാറ്റത്തിനുള്ള പോരാട്ടം കൂടിയാണ്. പിന്നെ ഒരുപാട് തൊഴിലാളികളെ വഴിയാധാരാക്കി, എല്ലാം കോർപ്പറേറ്റുകൾക്ക് വിറ്റു. അതാണ് മോഡിയുടെ ഭരണം എന്ന് പറയുന്നത്. ആ ഭരണം മാറ്റാനാണ് ഞങ്ങൾ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. ഒപ്പം ഈ ഒരു പുതുക്കാട് പ്രദേശത്തോട് കടന്നു പോകുമ്പോൾ ഇവിടെയുള്ള ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് കാട്ടാനശല്യം, വന്യജീവി ആക്രമണം. അതിൽ എന്ത് ചെയ്യാൻ സാധിക്കും? അതിൽ ശക്തമായിട്ടുള്ള നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കണം. കാരണം കേന്ദ്ര സർക്കാർ പറയുന്നത് ഇത് സംസ്ഥാനത്തിൻ്റെ ചുമതലയാണ്. ഞാൻ സഭയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ കാര്യം. എനിക്ക് നൽകിയ മറുപടിയുണ്ട്, ഭൂപേഷ് യാദവിൻ്റെ മറുപടിയുണ്ട്. സംസ്ഥാനത്തിന് അധികാരം കൊടുത്തു എന്നാണ് പറയുന്നത്. സംസ്ഥാനം ഇങ്ങനെ ഇരുട്ടിൽ തപ്പുകയാണ്. സംസ്ഥാനം കാട്ടാനയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ജനങ്ങൾക്കല്ല. കർഷകർ ദുരിതത്തിലാണ്, ജീവൻ പണയം വെച്ചിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ഇടുക്കി, വയനാട് ജില്ലകളിലൊക്കെ സ്ഥലം വിറ്റുപോവാണ് ആൾക്കാർ. വയനാട് എനിക്കത് എൻ്റെ നിയോജകമണ്ഡലമായിരുന്നു 13 വർഷക്കാലം. അവിടെയൊക്കെ ജനങ്ങൾ സ്ഥലം വിറ്റ് പോവാണ്. ഒരു കാലത്ത് ഏറ്റവും അധികം ടൂറിസ്റ്റുകളെ ആകർഷിച്ച വയനാട്, ഇടുക്കിയൊക്കെ ഇന്ന് കാട്ടാന ശല്യം മാത്രമല്ല, കാട്ടാന, കടുവ, കരടി, കാട്ടുപോത്ത് എല്ലാം ഉണ്ട് ഇപ്പോൾ. ഇത് തന്നെയാണ് ഈ പ്രദേശങ്ങളിലെ അവസ്ഥ. അതുകൊണ്ട് ഇതിനെതിരായ ശക്തമായിട്ടുള്ള നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിക്കണം, കേന്ദ്രം സ്വീകരിക്കണം. ഇക്കാര്യത്തിൽ കേന്ദ്രത്തിൽ ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയ മറുപടിയുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കേരളം പറയും കേന്ദ്രം ചെയ്യണം, കേന്ദ്രം പറയും കേരളം ചെയ്യണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുകയാണ്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു ബഹുജന മുന്നേറ്റം ഉണ്ടാകും. ഈ തെരഞ്ഞെടുപ്പിൽ അതും കൂടെ ഒരു ഘടകം തന്നെയാണ്. ഒരു കാര്യം കൂടെ നിർണായകമായിട്ടുള്ള ഒരു വിഷയമാണ് നമ്മുടെ ദേശീയപാതയിലെ ടോൾ വിഷയം. ഈ ഒരു ടോൾ നിർത്തലാക്കുന്നതിനുള്ള എന്തെങ്കിലും പരിശ്രമങ്ങൾ ഉണ്ടായിരുന്നു? അത് പ്രാദേശികമായിട്ട് ഞങ്ങളൊക്കെ പലപ്പോഴും അത് നടത്തിയിട്ടുണ്ട് സമരം. ടോൾ സമരം എന്ന് പറയുന്നത് എല്ലാം ഇത് സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുന്നതിൻ്റെ ഭാഗമാണ്. അതൊരിക്കലും അനുവദിക്കാൻ കഴിയില്ല. സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പ്രോഗ്രാമിലൂടെ ഇന്ന് വിശേഷങ്ങൾ പങ്കുവച്ചത് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ മുരളീധരനാണ്. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ തന്നെ വിജയം നേടാനാകും എന്ന പ്രതീക്ഷയിലാണ് UDFന്റെ എല്ലാ പ്രവർത്തകരും, അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ മുരളീധരനും. മൂർക്കനാട് ഉത്സവത്തിനിടെ നടന്ന കത്തിക്കുത്തിൽ മരണം 2ആയി. ആനന്ദപുരം സ്വദേശി പൊന്നത്ത് വീട്ടിൽ 40 വയസ്സുള്ള സന്തോഷാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം ഉത്സവത്തിന്റെ ആറാട്ടിനോടനുബന്ധിച്ചുള്ള വെടിക്കെട്ട് നടക്കുന്നതിനിടെയാണ് മൂർക്കനാട് ആലുംപറമ്പിൽ വെച്ച് സംഘർഷം നടന്നത്. മുൻപ് നടന്ന ഫുട്ബോൾ ടൂർണമെന്റിലുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയാണെന്ന് പോലീസ് പറഞ്ഞു. സംഘം ചേർന്ന് ചേരിതിരിഞ്ഞ് നടന്ന സംഘർഷത്തിൽ 6ഓളം പേർക്ക് കുത്തേറ്റിരുന്നു. ഇതിൽ വെളുത്തൂർ സ്വദേശി അക്ഷയ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. 4 പേർ ഇപ്പോഴും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗുരുതര പരിക്കേറ്റ സന്തോഷ് എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണപ്പെട്ടത്. സന്തോഷിന്റെ ആന്തരിക അവയവങ്ങൾക്ക് കത്തിക്കുത്തിൽ പരിക്കേറ്റിരുന്നു. സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരാളടക്കം 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാന പ്രതികൾ ഇനിയും പിടിയിലായിട്ടില്ല. പോലീസ് ഇവർക്കായുള്ള അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. 7 മാസമായി ശമ്പളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഹാരിസൺ മുപ്ലി എസ്റ്റേറ്റിലെ താൽക്കാലിക തൊഴിലാളികൾ നടത്തുന്ന സമരം തുടരുന്നു. കാരിക്കുളം ഡിവിഷനിലെ തൊഴിലാളികളാണ് കഴിഞ്ഞ ഒരാഴ്ചയായി മുപ്ലി ഓഫീസിന് പടിക്കലിൽ സമരം നടത്തുന്നത്. വെള്ളിയാഴ്ച വരന്തരപ്പള്ളി പോലീസും വരന്തരപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും മാനേജ്മെന്റുമായി നടത്തിയ ചർച്ചയിൽ ചൊവ്വാഴ്ചയ്ക്കകം ശമ്പളം നൽകാമെന്ന് ഉറപ്പു നൽകിയെങ്കിലും ശമ്പളം ലഭിക്കുന്നതുവരെ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുവാനാണ് തൊഴിലാളികളുടെ തീരുമാനം. ജില്ലാ കളക്ടർക്ക് ഞാൻ ജില്ലാ കളക്ടർക്ക് ഒരു പരാതി കൊടുക്കുക. ചൊവ്വാഴ്ച പൈസ തന്നില്ലെങ്കിൽ അത് തരാനുള്ള മാർഗം ഞങ്ങൾ തരാം. പോരെ, ഇതാണ് നമുക്ക് പറയുന്നത്. ചൊവ്വാഴ്ച എന്നുള്ള ഒരു മാനേജർ ഇപ്പോൾ ആത്മാർത്ഥതയോടുകൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം, ചൊവ്വാഴ്ച വരെ നമുക്ക് നോക്കാം. എന്നിട്ട് പറ്റിയില്ലേ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് പുത്തൻ തിളക്കമേകാൻ യൂഗൾ ഹൈടെക് ബ്യൂട്ടി പാർലർ ആൻഡ് ബ്രൈഡൽ മേക്ക് ഓവർ സ്റ്റുഡിയോ കോടാലിയിൽ പ്രവർത്തനം ആരംഭിച്ചു. സൗന്ദര്യ രംഗത്തെ നൂതന സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുവാൻ ആരംഭിച്ച യൂഗൾ ഹൈടെക് ബ്യൂട്ടി പാർലർ ആൻഡ് ബ്രൈഡൽ മേക്ക് ഓവർ സ്റ്റുഡിയോ കോടാലി ഹോസ്പിറ്റൽ ജംഗ്ഷനു സമീപമാണ് ആരംഭിച്ചിരിക്കുന്നത്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം നിർവഹിച്ചു. വ്യാപാര സംഘടനാ പ്രതിനിധി രഞ്ജിമോൻ ഉദ്ഘാടന വേളയിൽ ആശംസകൾ നൽകി. ശ്രുതി ഉണ്ണികൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. ആകർഷണീയമായ മോഡലുകളിൽ ബ്രൈഡൽ മേക്കപ്പുകൾ, ഹെയർ കട്ട്, ഹെയർ കളർ, സ്പാ, ഹെയർ സ്മൂത്തിംഗ്, ഹൈഡ്രാ ഫേഷ്യൽ, ഫേഷ്യൽ മാനിക്യൂർ, പെഡിക്യൂർ, നെയിൽ ആർട്ട്, ത്രെഡിംഗ്, വാക്സിംഗ് ഫെസിലിറ്റികൾ ലഭ്യമാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കസ്റ്റമേഴ്സിനായി 10 മുതൽ 50% വരെ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ മറ്റത്തൂർ പഞ്ചായത്തിന്റെ ഹൃദയഭാഗത്ത് ശ്രീമതി ശ്രുതിയുടെ നേതൃത്വത്തിൽ ഒരു യൂഗൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്യൂട്ടി പാർലർ ഇവിടെ ആരംഭിക്കുകയാണ്.
ഒരു സംരംഭകയായിട്ട് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 140 പുതിയ സംരംഭങ്ങളാണ് നമ്മുടെ നാട്ടിൽ പുതുതായിട്ട് വന്നത്. ശ്രുതിനെ സംബന്ധിച്ച് പുതിയ സംരംഭമൊന്നുമല്ല, പക്ഷേ 10 ഒരു സംവത്സരങ്ങൾ പിന്നിട്ട ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ എന്തായാലും അത് കോടാലിയുടെ ഹൃദയഭാഗത്തേക്ക് വന്നു എന്നതിലാണ് ഏറ്റവും വലിയ സന്തോഷം. 3 കൊല്ലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കോടാലിയെ സംബന്ധിച്ച് ഇപ്പോൾ ഏകദേശം 600ഓളം വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. എല്ലാവരും എന്നോട് ചോദിച്ചു, ഇവിടെ അച്ഛനാണ് ഇവിടെ കോടാലിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, അപ്പോൾ ഇവിടെ തന്നെ വീണ്ടും വന്നല്ലോ. അപ്പോൾ ഇവിടെ നിന്നാണ് അച്ഛൻ എല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വളരെ വേണ്ടപ്പെട്ടവരാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഇവിടെ ഓരോരുത്തരെ ക്ഷണിക്കാൻ പോകുമ്പോഴും നമ്മുടെ സ്റ്റാഫ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മളോട് വളരെ സ്നേഹത്തോടും കൂടിയും വളരെ ആത്മാർത്ഥമായിട്ടും ഒരു കളങ്കമില്ലാണ്ട് എല്ലാവരുടെയും ഇടപെടൽ. അപ്പോൾ ആ കുട്ടി എന്നോട് ചോദിച്ചു, ഇത്രയും നാളായിട്ട് ചേച്ചി എന്തുകൊണ്ട് കോടാലിൽ പാർലർ കിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് നമുക്കൊരു സമയമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇനി ഇവിടെ വന്ന് എല്ലാവരും ഇത്രയും വർഷമായിട്ട് എല്ലാവരുടെയും സഹായ സഹകരണം കൊണ്ടും ആ സ്നേഹം കൊണ്ടും മാത്രമാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടുള്ളത്. ആഘോഷവേളയിൽ അണിഞ്ഞൊരുങ്ങുവാൻ യുഗൾ ഹൈടെക് ബ്യൂട്ടി പാർലർ ആൻഡ് ബ്രൈഡൽ മേക്ക് ഓവർ സ്റ്റുഡിയോ, ഹോസ്പിറ്റൽ ജംഗ്ഷനു സമീപം, കോടാലി. ഫോൺ 7012884773. പുതുക്കാട് പള്ളത്ത് മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ നവീകരണ സഹസ്രകലശം ഏപ്രിൽ 8 മുതൽ 18 വരെ നടത്തുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രം തന്ത്രി അമ്പഴപ്പള്ളി ശ്രീരാജ് ഭട്ടതിരിപ്പാടിന്റെയും വടക്കേടത്ത് ഹരിനമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. 9 വൈകിട്ട് 7:30 ഭാഗവത വേദാചാര്യൻ മുല്ലമംഗലം ത്രിവിക്രമൻ നമ്പൂതിരിയുടെ പ്രഭാഷണം ഉണ്ടായിരിക്കും. നവീകരണ സഹസ്രകലശത്തിന്റെ ഭാഗമായി ദിവസവും നടക്കുന്ന പ്രസാദ ഊട്ടിലേക്ക് ഭക്തജനങ്ങളിൽ നിന്നും ഭക്ഷ്യോൽപ്പന്നങ്ങൾ ശേഖരിക്കും. 7 രാവിലെ 8 ചെറുവാൾ വലിയകുന്ന് വനശാസ്ത്ര ക്ഷേത്ര പരിസരത്തു നിന്നും ആരംഭിക്കുന്ന കലവറ നിറയ്ക്കൽ പരിപാടി ആരംഭിക്കും. ക്ഷേത്ര പരിസരങ്ങളിലും വിവിധയിടങ്ങളിലും സെന്ററുകളിലെത്തി ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് രാവിലെ 11 പള്ളത്തപ്പൻ ക്ഷേത്ര പരിസരത്ത് അവസാനിക്കും. ഏപ്രിൽ 15 ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം തന്ത്രി ശ്രീരാജ് ഭട്ടതിരിപ്പാട്, സഹസ്രകലശം ചെയർമാൻ നടുവം ഹരിനമ്പൂതിരി, സഹസ്രകലശം കൺവീനർ അനിയൻ പള്ളത്ത് വടക്കൂട്ട്, ക്ഷേത്രം സെക്രട്ടറി ജനീഷ് കുന്നുമക്കര എന്നിവർ പങ്കെടുത്തു. പുതുക്കാട് തെക്കേത്തറവിലെ പള്ളത്ത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നവീകരണ സഹസ്രകലശം നടക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പ്രസ് മീറ്റിംഗ് ഉദ്ദേശിച്ചത്. നവീകരണ കലശം നടത്തണം എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു 2024 ഏപ്രിൽ 8 മുതൽ 18 വരെ നവീകരണ സഹസ്രകലശം നടക്കുന്നത്. സാധാരണയായിട്ട് ലോക ജനതയുടെ സന്തോഷവും ആനന്ദമാണ് എല്ലാ കാര്യത്തിലും എല്ലാ സമൂഹവും കൈക്കൊണ്ടിട്ടുള്ളത്. എപ്പോഴും അതാണ് ലക്ഷ്യം ഏതൊരു സമൂഹത്തിൻ്റെ. നമ്മുടെ നാട്ടിലൊക്കെ പ്രത്യേകിച്ച് ഭാരതത്തിൽ ക്ഷേത്രങ്ങളുടെ ഉദയം അത് തന്നെയാണ്. ജനതയുടെ സന്തോഷവും സമാധാനവും അതിനു വേണ്ടിയിട്ടാണ് ക്ഷേത്രങ്ങളുടെ ഉദയം. ശ്രീ പള്ളത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ, ഈ സഹസ്രകലശത്തിൻ്റെ ചെയർമാൻ ഹരി തിരുമേനി, കൺവീനർ അനിയൻ പള്ളത്തോട്. കൊടകര പുത്തുക്കാവ് ദേവീക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം രാവിലെ 8 മണിക്ക് അഴകത്ത് മനക്കൽ ത്രിവിക്രമൻ നമ്പൂതിരിയുടെയും ഹരീഷ് കുമാർ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകരും. ശേഷം സിനിമാ സീരിയൽ നടി നിഷ സാരംഗ് ആദ്യ പൊങ്കാലടുപ്പിലേക്ക് അഗ്നി പകരും. 3000 പേർക്ക് പൊങ്കാല സമർപ്പിക്കാനുള്ള സൗകര്യവും 5000 പേർക്കുള്ള അന്നദാനവും ഒരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ ഏടാട്ട്, നാരായണമാരാർ പോറോത്ത്, MN രാമൻ നായർ, T ശിവൻ എന്നിവർ പങ്കെടുത്തു. കൊടകര പുത്തുക്കാവ് ദേവീക്ഷേത്രത്തിലെ ഇത്തവണത്തെ പൊങ്കാല മഹോത്സവം 2024 ഏപ്രിൽ മാസം 7 ഞായറാഴ്ച
പൂർവാധികം ഗംഭീരമായി നടത്തുകയാണ്. രാവിലെ ക്ഷേത്രത്തിലെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പേരെടുത്ത് പറയാവുന്ന കൊടകര പുത്തുക്കാവ് ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം 7-ാം തീയതി ഞായറാഴ്ച, ഏപ്രിൽ 7-ാം തീയതി ഞായറാഴ്ച അതിവിപുലമായിട്ട് നടത്താൻ തീരുമാനിച്ചു. പുത്തുക്കാവ് ദേവീക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിൽ അതിൻ്റെ പത്രസമ്മേളനത്തിലെത്തിയ എല്ലാ പ്രതിനിധികളെയും സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭദ്രകാളി ക്ഷേത്രമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പറപ്പൂക്കര പട്ടികജാതി സൊസൈറ്റിയുടെ തട്ടിപ്പിൽ സംഘം സെക്രട്ടറി, പ്രസിഡന്റ്, ഡയറക്ടർ ബോർഡ് അംഗം എന്നിവരെ അറസ്റ്റ് ചെയ്ത് നീതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് സഹകരണ സെൽ പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെയും സഹകാരി സംരക്ഷണ സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ അയനിക്കുന്നത്ത് സമരം ഉദ്ഘാടനം ചെയ്തു. സഹകരണ സെൽ മണ്ഡലം കൺവീനർ ബൈജു ചെല്ലിക്കര അധ്യക്ഷനായി. പുതുക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് അരുൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. BJP പഞ്ചായത്ത് പ്രസിഡന്റ് രാമദാസ് വയലൂർ, സഹകരണ സെൽ ജില്ലാ കൺവീനർ സുരേഷ്, ആക്ഷൻ കൌൺസിൽ ചെയർമാൻ വിനീത്, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി വിജു തച്ചംകുളം, പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജിബിൻ പുതുപ്പള്ളി, രശ്മി ശ്രീഷോപ്പ്, നന്ദിനി, ശ്രീതി, സഹകരണ സെൽ ജില്ലാ കമ്മിറ്റി, ആക്ഷൻ കൌൺസിൽ അംഗം PV പ്രസന്നൻ എന്നിവർ നേതൃത്വം നൽകി. മാർച്ച് പോലീസ് സ്റ്റേഷന്റെ മുൻവശം പോലീസ് തടഞ്ഞു. ഇതുപോലെയുള്ള സമരങ്ങള് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നിരന്തര സമരത്തിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ 2 മുന്നണികളും കാലാകാലങ്ങളായി ഭരിച്ചുകൊണ്ട് അവർ നിക്ഷേപം തിരികെ ആവശ്യപ്പെട്ട സമയത്ത് കൊടുക്കാനായിട്ട് അവർ സാധിച്ചില്ല. അന്നു മുതൽ തുടങ്ങിയതാണ് ഈ ചെറിയ ചെറിയ സമരപരിപാടികളായിട്ട്. മുപ്ലിയം പാലത്തിനോട് ചേർന്ന് മാലിന്യങ്ങൾ നിറഞ്ഞ ചാക്കുകൾ തള്ളുന്നത് പതിവാകുന്നു. കുറുമാലിപ്പുഴ മലിനീകരണത്തിന്റെ വക്കിൽ. മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് കവറിൽ കെട്ടി വ്യാപകമായിട്ടാണ് കുറുമാലിപ്പുഴയുടെ ഓരം ചേർന്ന് തള്ളുന്നത്. മഴയെത്തിയാൽ പുഴ മാലിന്യമാവുന്നതോടെ പ്രദേശത്ത് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായേക്കാമെന്ന അവസ്ഥയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. വേനൽ മഴ അടുത്ത് പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലുള്ള ഈ മാലിന്യ ചാക്കുകൾ മുഴുവനായിട്ടും നമ്മുടെ ഈ കുറുമാലിപ്പുഴയിലേക്ക് പോകും. ഈ കുറുമാലിപ്പുഴയെ ആശ്രയിച്ച് കുറേ കുടിവെള്ള സ്രോതസ്സുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത് മലിനസമാവും. പിന്നെ അതുപോലെ തന്നെ ഇതിന് ശക്തമായ നടപടി എടുക്കും വേണം. ഈ പുഴയുടെ തീരത്തുള്ള ഈ മാലിന്യം എത്രയും വേഗം നീക്കി ഈ പുഴയെ സംരക്ഷിക്കണമെന്നാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ പുഴയിലേക്ക് തന്നെ ഇത് ഒഴുകിയെത്തും. ധാരാളം ആൾക്കാർ കുടിവെള്ളത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വാഹനങ്ങളിൽ വരെ മാലിന്യം എത്തിച്ച് ഇവിടെ തള്ളുന്നതായി പരാതി ഉയരുന്നുണ്ട്. നിരന്തരം മാലിന്യങ്ങൾ നിക്ഷേപിച്ച് മാലിന്യ കൂമ്പാരമായിരിക്കുകയാണ് ഇവിടം. സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ കണ്ടെത്തി അടിയന്തര നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകനായ KG രവീന്ദ്രനാഥ് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് രവീന്ദ്രനാഥ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. നിരവധി ആളുകൾ ഉപയോഗിക്കുന്ന കുറുമാലിപ്പുഴയെ മലിനമാക്കുന്ന പ്രവൃത്തി തടയാൻ പ്രദേശത്ത് ഹൈമാസ്റ്റ് വിളക്കുകൾ, നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. കാവല്ലൂർ കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും വായനശാല ആൻഡ് കരിയർ ഗൈഡൻസ് ഇൻഫർമേഷൻ സെന്ററിന്റെയും സഹകരണത്തോടെ നടത്തുന്ന അവധിക്കാല സൗജന്യ കമ്പ്യൂട്ടർ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചു. കാവല്ലൂർ സെന്റ് ആന്റണീസ് LP സ്കൂൾ പ്രധാനാധ്യാപിക K രമ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് വിൽസൺ പഴുങ്കാരൻ അധ്യക്ഷനായി. സെക്രട്ടറി രാജു കിഴക്കൂടൻ ക്യാമ്പിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരണം നടത്തി. ടിൻസൺ പൊന്നാരി, സിമി ജോജു എന്നിവർ പ്രസംഗിച്ചു. ക്യാമ്പ് ട്രെയിനർമാരായ മരിയ ഷജു, മാളവിക ബാബു, KC അഞ്ജു, KV രാജേഷ്, ജയ്സ ശ്രീരേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശീലനം നടക്കുന്നത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 8 മണി വരെ 1 മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ 80ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. ശ്രീനാരായണ സന്ദേശ പ്രചരണാർത്ഥം സച്ചിദാനന്ദ സ്വാമിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നുവരുന്ന ശ്രീനാരായണ ദിവ്യപ്രബോധന ധ്യാന യജ്ഞത്തിന്റെ 420ാമത് യജ്ഞം ഈ മാസം 10-ന് പേരാമ്പ്ര ഗുരുചൈതന്യ മഠത്തിൽ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 13 വരെ പ്രത്യേകം തയ്യാറാക്കുന്ന യജ്ഞശാലയിൽ വെച്ച് ശിവഗിരി മഠത്തിലെ സന്യാസിമാരുടെയും വൈദിക ആചാര്യന്മാരുടെയും നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ദിവ്യപ്രബോധന, സമൂഹ പ്രാർത്ഥന, ജപം, ധ്യാനം എന്നിവയാണ് മുഖ്യ പരിപാടികൾ. ശിവഗിരി മഠം ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ,
ട്രഷറർ സ്വാമി ശാരദാനന്ദ, സ്വാമി അസംഗാനന്ദഗിരി, സ്വാമി ധർമ്മചൈതന്യ, സ്വാമി അംബികാനന്ദ, സ്വാമി ദിവ്യാനന്ദഗിരി, സ്വാമി ദേവചൈതന്യ, ഗുരുദർശന രചന എന്നിവർ ധ്യാന സന്ദേശം നൽകും. ദിവസവും രാവിലെ 9 മുതൽ വൈകുന്നേരം 5 വരെ നടത്തുന്ന ധ്യാനയജ്ഞത്തിൽ ജാതിഭേദമന്യേ ആർക്കും പങ്കെടുക്കാമെന്നും സംഘാടകർ അറിയിച്ചു. ധ്യാനയജ്ഞത്തിന്റെ ഭാഗമായി ഏപ്രിൽ 10-ന് ഗുരുവിന്റെ ജീവിതത്തെയും ദർശനത്തെയും ആസ്പദമാക്കി വിവിധ മത്സരങ്ങൾ രാവിലെ 9 മുതൽ നടക്കും. ഉച്ചകഴിഞ്ഞ് 2-ന് മദ്യം വിഷമാണ് എന്ന വിഷയത്തെക്കുറിച്ച് TK സന്തോഷ് നയിക്കുന്ന പഠന ക്ലാസും ഉണ്ടാകും. ശ്രീനാരായണ പരബ്രഹ്മോദയ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം, ഇളനീർ തീർത്ഥാടനം, സമൂഹാർച്ചന, കലശാഭിഷേകം, വിവിധ സംഘടനകളുടെ തിരുവാതിരക്കളി എന്നിവയും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ മഠം ഇൻചാർജ് സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി, സംഘാടക സമിതി അംഗങ്ങളായ കൃഷ്ണൻകുട്ടി പുളിക്കൽ, വിജയൻ പെരുമ്പിള്ളി, വേണു കീഴായിൽ, നരേന്ദ്രൻ നെല്ലായി എന്നിവർ പങ്കെടുത്തു. ശ്രീനാരായണ ദിവ്യ പ്രബോധനവും നടത്തിയിട്ടുള്ള ശിവഗിരി മഠത്തിൻ്റെ അധ്യക്ഷൻ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ വരുന്ന ഏപ്രിൽ മാസം 11, 12, 13 തീയതികളിലായിട്ട് മഠത്തിൽ പ്രത്യേകം തയ്യാർ ചെയ്തിട്ടുള്ള യജ്ഞശാലയിൽ ദിവ്യ പ്രബോധന ധ്യാനവും നടത്തപ്പെടുകയാണ്. ജാതിക്കും മതത്തിനും അതീതമായി ശ്രീനാരായണീയ ഗുരുദേവ ദർശനങ്ങളെ അറിയുവാനും പഠിക്കുവാനും ആഗ്രഹമുള്ള തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച് പാറമേക്കാവ് വിഭാഗത്തിന്റെ മണികണ്ഠനാൽ പന്തൽ കാൽനാട്ടൽ കർമ്മം നടന്നു. സ്വരാജ് റൗണ്ടിൽ കുറുപ്പം റോഡ് ജംഗ്ഷനിലാണ് പന്തൽ നിർമ്മാണം. പാറമേക്കാവ് മേൽശാന്തി കാരേക്കാട്ട് രാമൻ നമ്പൂതിരി ഭൂമിപൂജ നടത്തിയ ശേഷം 9-നും 10:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് കാൽനാട്ടൽ കർമ്മം നടന്നത്. പൂരത്തിനോട് അനുബന്ധിച്ചുള്ള പ്രദർശനം ആരംഭിച്ചിട്ടുണ്ട്. 13-നാണ് പൂരം കൊടിയേറ്റ്. പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളിലും ഘടകക്ഷേത്രങ്ങളിലും അന്ന് തന്നെ കൊടിയേറ്റ് നടക്കും. ഏപ്രിൽ 19-നാണ് പ്രസിദ്ധമായ തൃശൂർ പൂരം. പൊന്നൂക്കര മൈമ്പിള്ളി മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ഗണപതി ഹോമം, 25 കലശപൂജ, തിലഹോമം, ഉഷപൂജ തുടങ്ങിയ ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കൈമുക്ക് വൈദികൻ ശ്രീധരൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി ആലക്കാട്ടുമന ജയേഷ് നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം വിവിധ ദേശങ്ങളിൽ നിന്നും താളവാദ്യമേളത്തോടു കൂടിയ ആന എഴുന്നള്ളിപ്പും കാവടിവരവും ക്ഷേത്രത്തിലെത്തി സമാപിച്ചു. കൂട്ടിയെഴുന്നള്ളിപ്പിന് 7 ഗജവീരന്മാർ അണിനിരന്നു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തിടമ്പേറ്റിയ എഴുന്നള്ളിപ്പിന് മേള കലാരത്നം കിഴക്കൂട്ട് അനിയന്മാരാർ പ്രാമാണികനായ മേളം അകമ്പടി നൽകി. ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ സന്തോഷ് കിഴക്കേപ്പുര, സുരേന്ദ്രൻ പണിക്കാട്ടിൽ, സേതുമാധവൻ കുന്നമ്പത്ത്, പ്രമോദ് ചങ്ങരം കണ്ടത്ത്, രതീഷ് പൊന്നോമ്പാലൻ, സുജാത ആനന്ദൻ, സതീഷ് കിഴക്കേപ്പുര തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരളത്തിൽ ശക്തമായ ചൂട് തുടരുന്നു. തിങ്കളാഴ്ച വരെ 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉയർന്ന താപനില ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി. കൊല്ലം, പാലക്കാട് ജില്ലകളിൽ താപനില 39 ഡിഗ്രി വരെയും തൃശൂർ, കോഴിക്കോട് 38 ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയെന്ന് അറിയിപ്പിലുണ്ട്. കാലാവസ്ഥ: ഇന്ന് കൂടിയ ചൂട് 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 27 ഡിഗ്രി സെൽഷ്യസ്. കെൽട്രോണിന്റെ കുറ്റിപ്പുറം നോളജ് സെന്ററിൽ ഏപ്രിൽ 8-ന് ആരംഭിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടുത്തിയ അവധിക്കാല കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് 3-ാം ക്ലാസ് മുതൽ +2 വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 8590 605276 0494 2697288. ഇന്നത്തെ സ്വർണവില: സ്വർണം ഗ്രാമിന് 6415 രൂപ, പവന് 51,320 രൂപ. പുതുക്കാട് കാഞ്ഞൂർ അക്കരക്കാരൻ കൊച്ചുമോൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതയായ അമ്മിണിയാണ് ഭാര്യ. സുബ്രൻ, നളിനി, അശോകൻ, ചന്ദ്രൻ എന്നിവർ മക്കളും രതി, സുഗു, ഷീജ, മിനി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ നിലവിലുള്ളത് 10 സ്ഥാനാർത്ഥികൾ. മൂർക്കനാട് ഉത്സവത്തിനിടെ നടന്ന കത്തിക്കുത്തിൽ മരണം 2ആയി. മരിച്ചത് ആനന്ദപുരം സ്വദേശി. 7 മാസമായി ശമ്പളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഹാരിസൺ മുക്ലി എസ്റ്റേറ്റിലെ താൽക്കാലിക തൊഴിലാളികൾ നടത്തുന്ന സമരം തുടരുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ പുതുക്കാട് മണ്ഡലത്തിൽ 2ാം ഘട്ട പര്യടനം നടത്തി. പറപ്പൂക്കര പട്ടികജാതി സൊസൈറ്റിയുടെ തട്ടിപ്പിൽ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സഹകരണ സെൽ പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെയും സഹകാരി സംരക്ഷണ സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പുതുക്കാട് പള്ളത്ത് മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ നവീകരണ സഹസ്രകലശം ഏപ്രിൽ 8 മുതൽ 18 വരെ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൊടകര പുത്തുക്കാവ് ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.